ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിന്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് അതിഭീകരമായിട്ടുള്ള വലിയൊരു ഡേറ്റാസ് ഒന്നുമില്ല. ഗ്ലോബൽ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്രൂഡ് ഓയിലിൽ അത്യാവശ്യം നല്ലൊരു ഫോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ഓയിൽ സെക്ടർ ഡൗൺ ആകുന്നു പറയുന്നത് ഇന്ത്യൻ കമ്പനീസിന് നല്ലത് തന്നെയാണ്. മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യയിൽ റിലയൻസ് പോലുള്ള ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ട്. സോ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വളരെ പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തത് ഡയറക്റ്റ്ലി ഇന്ന് മാർക്കറ്റിലേക്ക് പോയാൽ ഒരു നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒന്ന് നെഗറ്റീവ് സൈഡിലേക്കാണ് ഇന്നലെ ക്ലോസിങ് ചെയ്തത്. അതിനുശേഷമുള്ള ഡേറ്റ എന്ന് പറയുന്നത് HDFC ബാങ്ക് ഒരു അപ്രൂവൽ കിട്ടി. HDFC ബാങ്കിനും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ICICI ഇൻഡസിൻ ബാങ്കിൻ്റെ 9% ഷെയർ മേടിക്കാനുള്ള ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. സോ ഒരു ബാങ്കിന് മറ്റൊരു ബാങ്കിൻ്റെ അക്വയർ ചെയ്യാനുള്ള ഒരു അപ്രൂവൽ വരുന്നുണ്ട്. സോ അത് എങ്ങനെ പോസിറ്റീവായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ബട്ട് അറിയില്ല, മാർക്കറ്റ് ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും. അടുത്തത് മാർക്കറ്റ് വളരെ ഫ്ലാറ്റാണ് വിത്ത് നെഗറ്റീവ് ബയസ് ആണ്. അപ്പോൾ ഒരുപാട് ഗ്ലോബൽ ഡേറ്റാസ് പറയാനില്ല, നമുക്ക് നേരെ ചാർട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം നിഫ്റ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇന്നലെ ഷെയർ ചെയ്തിരുന്നതാണ്. ഈ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബാച്ച് 12ന്റെ ക്ലാസ് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ, നിങ്ങൾക്ക് ഇതിനകത്ത് ഈസിലി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഡിസെൻഡിങ് ട്രയാങ്കിൾ അവിടെ പഠിപ്പിച്ചു കൊടുത്താണ്. അപ്പോൾ അതിനകത്തൊരു സെല്ലിംഗ് പ്രഷറും അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 364 ബിലോ ഓർ 360 ടാർഗറ്റ് ആയിട്ടും അതിൻ്റെ ഫർദർ ഫോൾ എന്ന് പറയുന്നത് 352 ഓർ 348ലേക്ക് ഒരു ഫർദർ ഫോളിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ 350 എത്തിയപ്പോഴേക്കും അത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ട്രേഡിന്റെ ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ഇതിന്റെ മാക്സിമം SL എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിനായിരിക്കും അവിടെ മാക്സിമം SL എന്ന് പറയുക. അതിനുശേഷം മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് വീഴുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അവിടെ അവരുടെ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഈ ചാർട്ടിലായിരിക്കത്തില്ല, ഇപ്പുറത്തെ ചാർട്ടിലായിരിക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുക. നാച്ചുറൽ ഗ്യാസ്, യെസ്, അവർക്ക് ഒരു ഡിസെൻഡിങ് ട്രയാങ്കിളിന്റെ ബ്രേക്ക് ഔട്ട് പഠിപ്പിച്ചു കൊടുത്താണ്. ഓക്കെ, അടുത്ത ഈ ബാച്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കുന്ന ഒരു സംഭവമല്ല. അടുത്തൊരു എക്സാം ഹോളിഡേയ്സിന് അല്ലെങ്കിൽ സ്കൂൾ ലീവിന് അടുത്ത ബാച്ചസ് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ഇട്ട് വയ്ക്കുക. ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങളെ കോൺടാക്റ്റിൽ കൊണ്ടുവരാം. അങ്ങനെ 1-2 പേര് ഇപ്പോൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും ആ ബാച്ചിനകത്ത് ഞാൻ റിപ്ലൈ കൊടുക്കുന്ന മെസ്സേജ് ആഡ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ അടുത്ത് നമ്മുടെ നാച്ചുറൽ ഗ്യാസിന്റെ ചാർട്ടാണ് ഈ ഷെയർ ചെയ്തിരുന്നത്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇത് അത്യാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, അടുത്തത് ക്രൂഡ് ഓയിൽ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇതിനു മുന്നേ ഇതിന്റെ ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ നോക്കി പറ്റിയില്ല, തിരിച്ചു വന്നു. ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ അവിടെ അവസാനം ഉണ്ടായത് ഒരു നെഗറ്റീവ് ഒരു ട്രെൻഡാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇത് സ്ലോലി വന്ന് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും ഇവിടെയും ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഗ്രൂപ്പിനുള്ളിൽ ജസ്റ്റ് പറഞ്ഞിരുന്നു, ചാർട്ട് അനാലിസിസ് കൊടുത്തിരുന്നു. ഈ ചാർട്ട് അനാലിസിസ് പ്രകാരം ബ്രേക്ക് ഔട്ടും അതിന്റെ അടുത്ത ടാർഗറ്റുകൾ എല്ലാ ടാർഗറ്റും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഏത് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ ടാർഗറ്റ് വരയ്ക്കേണ്ടി വരും. ബിക്കോസ് ഇവിടെ ഇല്ല 64 അടുത്ത ലെവൽസ് ഒക്കെ 64 44 ഒക്കെയാണ് അടുത്ത ലെവൽസ് കിടക്കുന്നത്. ഇത് പണ്ട് കാലത്ത് എങ്ങാണ്ട് പോയിട്ടുള്ള ലെവൽസ് ആണ്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ കുറെ കാലത്തിന് മുന്നേ ആണ് ഈ ലെവൽസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് അടുത്ത ടാർഗറ്റ്സ്. അപ്പോൾ ക്രൂഡ് ഓയിലിന്റെ അനാലിസിസ് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തു പോകാം. ക്രൂഡ് ഓയിൽ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ നല്ല സെല്ലിംഗ് ഉണ്ട്. അതായത് 5100 മുകളിലേക്ക് അതിന് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ അവിടെയാണ് ടച്ച് ചെയ്ത് നിന്നത്. 5100 അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ 5096 ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലെ പല ലൈൻസും എടുക്കാം. ഇതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് 2-3 ലൈൻസ് ഉണ്ട്. 64 ഉണ്ട്, 44 ഉണ്ട്, ഈ ഒരു സപ്പോർട്ട് ലൈൻ ആയിട്ടുള്ള 5000 ഉണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് അനാലിസിസ് ആയിട്ട് എടുക്കാം. ഇനി അതിന്റെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് പോയാൽ ഒരു 80
ഓർ അടുത്ത് 44 എന്നുള്ളതാണ് അടുത്ത ലെവൽസ് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ അനാലിസിസ് ക്രൂഡ് ഓയിലിന്റെ അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നാച്ചുറൽ ഗ്യാസിന്റെ അനാലിസിസിന് പോയാൽ പെർഫെക്റ്റ്ലി എല്ലാ ടാർഗറ്റും ഹിറ്റ് ചെയ്തു. ഇന്നലെ പറഞ്ഞതാണ് ഈ ഒരു അനാലിസിസ്, അതും ഇവിടെ നിന്ന് പറഞ്ഞതാണ്. ഇത് ഓൾമോസ്റ്റ് വീഴുന്ന നമ്മുടെ ഫൈനൽ ടാർഗറ്റിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 340, ഇത് പഴയ കാലങ്ങളിൽ 340 താഴെ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലെവൽ എന്ന് പറയുന്നത് അടുത്ത 332 ആണ്. ഇതാണ് അതിന്റെ അടുത്ത ലോവർ ലെവൽസ് എന്ന് പറയുക. അപ്പോൾ ഇത് ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിന് മേളിൽ മിനിമം ക്ലോസിംഗ് കിട്ടിയാൽ 366 മേളിൽ മിനിമം ക്ലോസിംഗ് കിട്ടിയാൽ മേളിലേക്കുള്ള ഒരു ട്രെൻഡിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതേ ഉള്ളൂ. താഴേക്കാണെങ്കിൽ ഈ ലോക്ക് താഴെ 52-ന് താഴെ ഉണ്ട്, 48-ന് താഴെ ഉണ്ട്, 40 ഓർ 340 അടുത്ത ടാർഗറ്റ് ഉണ്ട്, 332 ഇതിന്റെ അടുത്ത ലെവൽസ് ഉണ്ട് എന്നുള്ളതാണ്. 8 രൂപയുടെ ടാർഗറ്റ് വെക്കുന്നതാണ് ഏറ്റവും സേഫർ എന്ന് പറയാം. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സോ ഇതാണ് നാച്ചുറൽ ഗ്യാസിന്റെ അനാലിസിസ്. ഇപ്പോൾ മാർക്കറ്റ് സൈഡ് വൈസ് ആണ്, ഈ ഇടയ്ക്കൊന്നും ട്രേഡ് ചെയ്യാൻ പോകരുത്. മാർക്കറ്റ് എപ്പോഴാണോ ഏതെങ്കിലും ഒരു സൈഡ് ഈ ഒരു സൈഡ് ബ്രേക്ക് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഈ ലോവർ സൈഡ് ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ് ടു ഗോ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഫൈനൽ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ അനാലിസിസ് ആണ്. നിഫ്റ്റിയുടെ അനാലിസിസ് നമ്മുടെ ഇതൊരു ട്രയാങ്കിൾ ആയിരുന്നു. ട്രയാങ്കിളിന്റെ ലോവർ സൈഡ് ഇതിന്റെ സെന്റർ പോയിന്റ് ആണ് 25,920,940 എന്ന് പറയുന്ന റേഞ്ച്. ഈ സെന്റർ പോയിന്റിന് താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ ഇതിൽ ഒരു ബെയറിഷ് വ്യൂ ആണ് നിൽക്കുന്നത്. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 25,800 ആണ്. അപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ഏരിയ ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഈ ലൈനിന്റെ തൊട്ടായിരിക്കും. 25,880 ഈ ഒരു സ്പോട്ടിലായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. സോ ഇവിടെ നിന്നിട്ട് ഇത് ഒന്നുകിൽ ഇവിടെ ഹിറ്റ് ചെയ്ത് ഇത് ഇങ്ങനെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഇതിന് മേളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ വെയിറ്റ് ചെയ്യുക. ഒരു 910 അല്ലെങ്കിൽ 920 മേളിൽ മാത്രം ഈ ഒരു ഏരിയ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഈ ഒരു ഏരിയയിൽ കയറിയിട്ട് മാത്രം അടുത്ത ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. സോ കാൻഡിൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ട്രേഡ് ചെയ്യരുത്. ഒന്നുകിൽ ഇവിടെ നിന്നിട്ട് ഇത് താഴേക്ക് വരുന്ന ഒരു മെത്തേഡ് കാണും. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂറ്റി ഇതുവരെ ഉണ്ടാവാനുള്ള സാധ്യത കിടപ്പുണ്ട്. ഇല്ല ഇതിന് മേളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ ഒരു ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റ് കോൺട്രാക്ട് ചെയ്യണം. അടുത്ത 2 ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ട്രേഡ് കിട്ടിയെന്ന് വരും. ബിക്കോസ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇങ്ങനെ പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ആണ് അല്ലെ? മാർക്കറ്റിൽ ഡിസിഷൻ നടക്കുന്നില്ല, അപ്പോൾ അതിനകത്ത് വലിയ ട്രേഡ്സ് കിട്ടണമെന്നില്ല, ചെറിയ ട്രേഡ്സ് ഉണ്ട്. ഇനി അടുത്തൊരു ട്രെൻഡ്, മാർക്കറ്റിന്റെ ഫുൾ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത മാസങ്ങളിൽ ഇല്ലെങ്കിൽ 2026 ട്രേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് തീരുമാനിക്കുന്നു അതാണ് സംഭവം എന്ന് പറയുന്നത്. സോ സ്മോളർ ഏരിയാസ് ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. 25,800, 880, താഴേക്ക് 720 ഇരിപ്പുണ്ട്, 660 ഉണ്ട്, 600 ഉണ്ട്. ഞാൻ എന്നും ഷെയർ ചെയ്യുന്ന ഈ ലെവൽസ് തന്നെയാണ്. അതിനുള്ളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. മേളിലേക്ക് പോയാൽ 960 ഉണ്ട്, 26,100 ഉണ്ട്. ഇതിനിടയിൽ ഒരു 26,040 കിടപ്പുണ്ട്. സോ ഇതിനനുസരിച്ചിട്ടുള്ള അനാലിസിസ് സെറ്റ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ ഭീകരമായിട്ടുള്ള മൂവ്മെന്റോ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രോപ്പോ സംഭവിക്കുന്നില്ല. സോ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് പ്ലാൻ ചെയ്യുക. എൻ്റെ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഡേറ്റാസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എല്ലാം ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക്, മാർക്കറ്റ് പൾസിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനുള്ളിൽ കയറി നിങ്ങൾക്ക് ചോദിക്കുക എന്നുള്ളതാണ്. അവിടെ ലൈവ് അനാലിസിസ് ഉണ്ടാവും. എൻ്റെ പേരൊന്ന് ടാഗ് ചെയ്യുക. അതിനുള്ളിൽ പ്രൈസ് ആക്ഷൻ ട്രേഡർ എന്നായിരിക്കും കിടക്കുക. അതിനുള്ളിൽ കാരണം ഞാൻ ട്രേഡ് ചെയ്യുന്നത് ജെനുവൻലി പ്രൈസ് ആക്ഷൻ ആൻഡ് അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് ഞാൻ അവിടെ ട്രേഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ചോദിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡ്സിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സ് ആയിട്ട് ചോദിക്കാം. സോ പറ്റുന്ന അത്രയും നല്ലൊരു അനാലിസിസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാകും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.